KPSC നാടകോത്സവം സമാപിച്ചു. കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ സാംസ്കാരിക വിഭാഗമായ KPL കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 4 ദിവസമായി KPS മേനോൻ ഹാളിൽ നടന്നുവന്ന KPSC നാടകോത്സവം സമാപിച്ചു. നിറഞ്ഞ സദസ്സിൻ്റെ സാന്നിധ്യത്തിൽ സമാപന സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അഷ്ടമതത്തിന്റെ നാടകത്തിൽ സരോജന കഥാപാത്രം ആ ചോദ്യം ചോദിച്ചപ്പോൾ മലയാളികളുടെ മനസ്സ് ഇളകി മാറുന്നു. ലോകം ഒരു കുറ്റമാണ്. ഇന്ന് നമ്മുടെ ചോദ്യത്തിന് ഏറ്റവും പ്രമുഖമായത് ഒരു നാടകത്തിലൂടെ അരങ്ങിലേക്കെത്താൻ, അരങ്ങിൽ നിന്ന് അത് ജനങ്ങളിലേക്കെത്താൻ കുറെ നാളുകളെടുത്തു എങ്കിലും ഏറ്റവും പ്രമുഖമായി ഒന്നായി അത് മാറി. എത്രയെത്രയോ സന്ദർഭങ്ങളെ ഇത്തരത്തിൽ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തിരിക്കുന്നു. വെളിച്ചത്തിലേക്കെന്നാണ് കോപ്പിഭാഷ എഴുതുന്ന ആദ്യത്തെ കഥ. ആ കഥ എഴുതാനും മറ്റു ചരിത്രം ഉണ്ടായിരുന്നു. ചൂരനാട് സംഭവം വിഖ്യാതമായ സംഭവം പർവ്വതിക്ക് നാരായണ 950 ജനുവരി 1 പ്രഖ്യാപിച്ചു. ചൂരനാട് നാടിനുണ്ടായി പോലീസിന്റെ ധനനായാട്ട് അവിടെ ഉണ്ടായി. കോപ്പിഭാഷ വീട് പോലീസുകാരുടെ താണ്ഡവ നൃത്തങ്ങൾക്ക് വേദിയായി തീർന്നു. അച്ഛനെയും അമ്മയെയും ആട്ടിപ്പായിച്ചു. കോപ്പിഭാഷ ഞാൻ തന്നെ നേരിട്ട് കേട്ടിട്ടുണ്ട്. അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ചത് ഒറ്റ പരക്രമമാണ്. അവിടെ പോയി ഇരിക്കുകയാണെങ്കിൽ രണ്ടുപേരും വീട്ടിലിരിക്കാൻ വിവാഹം. ഓച്ചറ പഠനങ്ങൾക്ക് അവിടെ വരുന്ന ഒക്കെയെല്ലാം കൊടുക്കുന്നു വാങ്ങിച്ച് കഴിച്ചുമൊക്കെ ആ ബുദ്ധതന്ത്രങ്ങൾ അവിടെ കഴിഞ്ഞു. തൊപ്പിൽവാസി ഒടുവിൽ കഴിഞ്ഞു. ഒടുവിൽ ചരിത്രമെടുക്കാൻ പ്രയാസമായിരിക്കുന്ന ഒരു സമയം. എവിടെയാണ് താമസിക്കേണ്ടത്? ഒരു നിർവാഹവുമില്ല. എവിടെയും ചെന്ന് കയറും. ഒരു ആപാദന നേരത്ത് ഒരു വീട്ടിലേക്ക് നിന്ന് കയറുകയാണ്. ആ വീട് ഒരു സാധാരണക്കാരനായ ഒരു കർഷകരുടെ ഒരേ സമുദായത്തിൽപ്പെട്ട ആളുടെ വീട്ടിലാണ്. ഒറ്റമുറി മാത്രമുള്ള ആ വീട്ടിൽ പെട്ടെന്ന് തന്നെ അവർ തൊപ്പിൽവാസിക്ക് കിടക്കാൻ എല്ലാ സൗകര്യവും ഒരുക്കി. തറയിൽ ഒരു പനമ്പാ വിരിച്ചു. അതിന്റെ മണ്ടയിൽ കുത്തിരിവിട്ട് തൊപ്പിൽവാസിക്കുന്നത്. രാത്രി കുറെ നേരം കഴിയുമ്പോഴാണ് നല്ല ചൂടടിക്കുന്നതായി അദ്ദേഹം തോന്നി. അടിയിൽ നിന്നോ ചൂട് വന്ന് കയറുന്നതാണെന്ന് എല്ലാം മാറ്റി നോക്കുമ്പോഴാണ് അടുപ്പുകളെല്ലാം ഇളക്കി മാറ്റിയിട്ട് അത്താഴം വെച്ചിരുന്ന അടുപ്പുണ്ടായിരുന്നിടത്ത് അതെല്ലാം ഇളക്കി മാറ്റി അവിടെ വെള്ളം തളിച്ചിട്ട് അതിന്റെ മുകളിലാണ് അവർ കഴിക്കുന്നത്. സംഘാടക സമിതി പ്രസിഡന്റ് എബ്രഹാം ഇട്ടിച്ചെറിയ അധ്യക്ഷത വഹിച്ചു. യാതൊരു പ്രതിരോധവും പ്രതീക്ഷിക്കാതെ കാഴ്ചവെച്ചെങ്കിൽ അത് കോട്ടയത്തെ പൗരജനങ്ങളോട് കാണിക്കാവുന്ന ഞങ്ങളുടെ ഒരു ചെറിയ സംഭാവനയായി കണക്കാക്കുന്നത് 2,40,000 രൂപ വേണ്ടായെന്ന് വർഗത്തക്ക രീതിയിൽ ഇന്ന് കേരളത്തിൽ ലൈബ്രറികളൊന്നും പ്രവർത്തിക്കും. KPSCയുടെ പ്രമുഖ കലാകാരന്മാരായ ആർട്ടിസ്റ്റ് സുജാതനെയും KPSC രാജേന്ദ്രനെയും മന്ത്രി BN വാസവൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കാണാൻ പോവുകയാണ്. അതുപോലെ അശ്വമേധം ഭഗവാൻ കാലമാണ് കൈതറിയുള്ളത് സൂക്ഷിക്കുക. നാടകങ്ങൾ KPSCയുടെ മാറ്റത്തുള്ള നാടകമാണ് സ്വാഗതം. ഒരിക്കലും ഈ ഗുരുനായ പുത്രം തന്നെ കാണാൻ ആദ്യം പോയി ടിക്കറ്റ് കിട്ടാതെ വിദ്യാർത്ഥിയിലേക്ക് പോകും. ഈ ഒട്ടക ഉത്സവത്തിൽ കാണാൻ വിദ്യാർത്ഥി ഇപ്പോഴുള്ളതാണ്. അതുപോലെ എല്ലാം വിവരിക്കാൻ സമയം. പക്ഷേ നാടകത്തിലുള്ള പ്രാധാന്യം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളെ ഹൃദയസ്പർശിയായി ജനങ്ങളിലേക്ക് വരുത്തിച്ച് ജനങ്ങളിൽ വികാരാവേശം കേൾപ്പിക്കൊണ്ടുവരുന്ന ഏറ്റവും നല്ല അവതരണമായിരുന്നു. നല്ല ആശയവും അവതരണവും ചെയ്യുന്ന നാടകം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വലിയ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിലേക്ക് ആ കല മാറുകയില്ല. അതുകൊണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അതിനുണ്ടായിരുന്ന വലിയ വിധത്തിലുള്ള ജനപ്രീതി. ഇപ്പോൾ ഒരുപക്ഷെ ക്രിസ്ത്യാനികളെല്ലാം വഴി നമ്മുടെ ടെലിവിഷനിലെ കടന്നു വന്നതോടുകൂടി സിനിമയിൽ മറ്റൊരു വിധത്തിൽ വന്നതോടുകൂടി ഒരുപക്ഷെ നാടകത്തിന്റെ പല വിധത്തിലുള്ള പ്രേക്ഷകർ മറ്റൊരു തരത്തിൽ പുറകെ വരും. അടുത്തതായി ആദരിക്കപ്പെടുന്നത് KPSCയിൽ കഴിഞ്ഞ 46 വർഷത്തിലേറെ നിങ്ങളുടെ കണ്ണൻചാണ്ടി എന്ന നാടകത്തിലെ പരമപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നും സജീവമായി നിലനിൽക്കുന്ന KPSC രാജേന്ദ്രനാണ്. അദ്ദേഹം മതകേന്ദ്രങ്ങളിൽ കുമരകത്താണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത്. യോഗത്തിൽ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് BV ബിനു, ഫാദർ MP ജോർജ്, ഷാജി വെങ്കടത്ത്, KC വിജയകുമാർ,
ബിനോയ് വേളൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 3 ദിവസവും ഇവിടെ തിങ്ങി നിറയുന്ന സദസ്സ് മാത്രമല്ല, അവസാനമായി ആളുടെ വെളിയിൽ പുറത്തുനിന്ന് കസേരയെത്തുന്നതാണ് കഴിഞ്ഞ 3 ദിവസവും നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതൊരു ചരിത്ര മുഹൂർത്തമായി നിങ്ങൾ കരുതുക. KPA കൾച്ചറൽ സയൻസ് സൊസൈറ്റിയുടെ ഈ നാടകോത്സവം നമ്മുടെ കോട്ടയം നഗരത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്സവ പ്രതീകവും